ഹായ്, എല്ലാവർക്കും ഒരു കുട്ടി മിനി വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഈവനിങ് പുറത്ത് ചായ കുടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി വാഷ് ചെയ്യാൻ പോകണം. പിന്നെ ലുലുവിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടു സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാനുണ്ട്. പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പുതിയൊരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ പുതിയൊരു ഫുഡ് സ്പോട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ആസ് യൂഷ്വൽ നമ്മൾ എന്നും ചെല്ലുന്ന ഹമോറിൽ തന്നെയാണ് നമ്മൾ എന്നും ചായ കുടിക്കാനായിട്ട് പോകുന്നത്. വെറുതെ കാമൊന്നുമില്ല. ഓ നോക്ക്, വെള്ളം മൊത്തം വറ്റിപ്പോയി. ഗായ്സ്, ഇവിടെ ബീച്ചിലുണ്ടായിരുന്ന വെള്ളം മൊത്തം വറ്റിപ്പോയി കേട്ടോ. കടൽ അങ്ങോട്ട് വലിഞ്ഞു ഫുള്ള്. ഇന്ന് ഇവിടുത്തെ പാർക്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, കുട്ടികളും വലിയ ആൾക്കാരും ആയിക്കോട്ടെ. പക്ഷെ ഇവിടുത്തെ വെള്ളം മൊത്തം കടലിലേക്ക് തിരിച്ച് വലിഞ്ഞെന്ന് തോന്നുന്നു. എന്താ സംഭവം എന്നറിയില്ല. കാരണം നാളെ ആകുമ്പോഴത്തേനും ഓക്കെ ആവുമായിരിക്കും. ഗൈസ്, നമ്മൾ പഴംപൊരിയും ബീഫും നീ കഴിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ പഴംപൊരി, ബീഫ്, അലുവ, മത്തിക്കറി. ചുമ്മാ തല്ല. ഞാൻ ആദ്യമായിട്ടാ പഴംപൊരിയും ബീഫും കഴിക്കുന്നത്. വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ പഴംപൊരിയും ബീഫും ഞാൻ കഴിച്ചിട്ടില്ല. സെപ്പറേറ്റ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഒരുമിച്ച് കഴിച്ചിട്ടില്ല. നല്ല പൊടി പാറുന്ന ചൂടുണ്ടാക്കില്ലേ. അത് ഫുള്ളായിട്ട് വെച്ച് ആവിയിൽ വെക്കും തോന്നുന്നല്ലേ. ഇതിലേക്ക് ബീഫ് ഇട്ടിട്ട് ഉണ്ടോ, പുക പാറുന്നുണ്ടോ? പുക പാറുന്ന എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മുടെ ശുണ്ടര കുട്ടപ്പനെ അവിടെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞില്ല. ബോട്ട് കഴുകാൻ കൊണ്ടിട്ട് ആ ബോട്ട് കെട്ടി വലിച്ചു നിൽക്കുന്ന വണ്ടി കണ്ടോ, പഴയ മോഡല്. നമുക്ക് നല്ല രസമുണ്ട് ഗൈസ്. ഇത് ഏത് ഭാഷയാണ് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ നല്ല വൈബുള്ള സ്ഥലം. പക്ഷെ ഫുള്ള് അറബിയിൽ ഇവർ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇതെന്താ റെസ്റ്റോറൻ്റ് ആണോ അതോ കോഫി ഹൗസ് ആണോ ഇതെന്താണ് മനസ്സിലാവുന്നില്ല. ഇവിടെ അറബിയിലാണ് എന്തോ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. എന്താ സംഭവം ഞങ്ങൾക്കറിയില്ല. പിന്നെ ഞങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പം എന്തോ റെസ്റ്റോറൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് പോലത്തെ എന്തോ ഐറ്റമാണ്. ഞങ്ങൾ ഇത്രയായിട്ട് ഇവിടെ വന്നിട്ടില്ല. നമ്മുടെ ഹമോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഇതുള്ളത്. എല്ലാ തവണ ഞങ്ങൾ വരുമ്പം ഈ കളേഴ്സൊക്കെ കണ്ടിട്ട് ഞാൻ നോക്കിയിട്ട് പോകുന്നേ ഉള്ളൂ. ഇന്നിപ്പം കുറച്ച് സമയം കിട്ടിയപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. നല്ല സ്പേസിങ്ങും നല്ല രസമുണ്ട് കേട്ടോ. ഇത്ര നാൾ ഞങ്ങളിവിടെ ഉണ്ടായിട്ട് ഞങ്ങൾ ഇതിൻ്റെ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഒരു മരമുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഈ സൈഡിലേക്കും ഉണ്ട് കുറേ സ്പേസിങ്. നല്ല രസം. ഒരു എന്താ പറയുക, കടൽ തീമൊക്കെയായിട്ട് ഫുള്ള് സീ ഫുഡ് പിന്നെ ഒരു കടൽ തീമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ല. मालूम नहीं है, लेकिन वो इंस्टाग्राम में बेचता है, वो आरबीलू देखा तो पता चलता है। आरबीलू कहता है आता है, लेकिन अभी तुम्हारा ना तुम चाहिए तो बना मिलेगा, लेकिन കൊള്ളാട്ടോ. എൻ്റെ ഉൾവശമില്ലേ അടിപൊളി. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത്രയും നല്ല രസമുള്ള സീറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ഏരിയ എന്ന് കണ്ടാൽ പറയില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാണ് ഇവരുടെ ഫുഡ് മെനു. ഇതൊരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആട്ടോ. പഴയ റേഡിയോ, പഴയ സെറ്റപ്പ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ കണ്ടോ. നമ്മൾ ഓൾറെഡി ഹമോറിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് അടിക്കാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നമുക്ക് ഗൂഗിൾ റിവ്യൂവിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. നല്ല രസമുണ്ട്, വൈബുള്ള സ്ഥലമാണ് കേട്ടോ.
ഇതാണ് നമ്മുടെ ഹമൂറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നല്ലൊരു പിങ്ക് ഷെയ്ഡായിട്ട് ഇവർ ചുറ്റി കൊടുത്തേക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത്ര നാളും ഇവിടെ നമ്മൾ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഇവർ അറബിക്കിലാണ്. മെനു ആണെങ്കിലും ഇതിൻ്റെ പുറത്തുള്ള നെയിമാണെങ്കിലും എല്ലാം ഫുൾ അറബിക്കിൽ. അപ്പം നമ്മളിന്ന് എന്താ സംഭവം എന്ന് അറിയാനായിട്ട് വന്നോട്ടോ. റേറ്റൊക്കെ ആണല്ലോ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റൊക്കെയാണ്. നമുക്ക് ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഉണ്ട്, അതിന് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ വണ്ടിയൊക്കെ അങ്ങനെ വാഷ് ചെയ്ത് കിട്ടി. ഇനി നമ്മൾ ലുലുവിലേക്കാണ് പോകുന്നത്. നമ്മൾ ലുലുവിൽ വന്നാട്ടോ. ലുലുവിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ ഫസ്റ്റിൽ പോയത് ഫിഷിൻ്റെ ഏരിയയിലേക്കാട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട്. നാട്ടിലെ അയലാമത്തി, ചൂരകാള, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ റേറ്റ് കുറഞ്ഞ മീനുകൾ തപ്പിക്കൊണ്ടിരിക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ പോർട്ടിൽ പോയിട്ട് മേടിക്കേണ്ടി വരും. ഇനി നമുക്ക് കുറച്ച് പഴം പച്ചക്കറി ഐറ്റംസൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. നമുക്കിനി അത് കഴിഞ്ഞിട്ട് കാണാം. കഴിക്കാൻ പറ്റുന്ന പക്ഷേ ഡബിൾ സൈഡൊക്കെ ഹുക്ക് പോലത്തെ മേടിക്കേണ്ട വരുമായിരിക്കും. ഷാരോണിന് ക്രിസ്മസിന് നക്ഷത്രം തൂക്കാണ്ട് ഒരു ഇക്കപ്രതിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ മുകളിൽ ഈ ഒരു കുറച്ച് ക്രിസ്മസിൻ്റെ ഒരു സൈഡിൽ അവർ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളവിടെ വന്ന് ഒരു സ്റ്റാർ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ദുബായ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്രിസ്മസിൻ്റെ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ്റെ ഐറ്റംസൊക്കെ നമ്മുടെ ഇവിടെ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാട്ടോ. ദുബായിലാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും നല്ല റേറ്റിന്. നമ്മളങ്ങനെ ഈ സ്റ്റാർ എടുത്തു കേട്ടോ. ലോഡിങ് എന്നാണ് ലോഡിങ്. ഇതെന്താ നീ കുപ്പിയിൽ മേടിച്ച? ഇതെന്താ നോക്കട്ടെ കേട്ടോ ഗൈസ്. മുട്ട എടുത്തില്ലേ? ഇതിൻ്റെ പേരെന്താ? എന്താ പപ്പായ ലസ്സിയാ? ഈടാ ഹെൽത്തി കുട്ടാ. അവൻ പപ്പായ ലസ്സിയെ കൂച്ചു. എന്നിട്ട് ഉച്ചയ്ക്ക് മറ്റേ ചിക്കൻ ബിരിയാണി തിന്നിട്ട് നമ്മളിനി നമ്മുടെ ഹെൽത്തി കുട്ടൻ്റെ കൂടെ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.